ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇപ്പോൾ സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പമ്പയിൽ നിന്ന് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സന്നിധാനത്തെ സ്ട്രോങ് റൂം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂമും പരിശോധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജു ടി ബാബു കൂടി എന്നോടൊപ്പം ചേരുകയാണ് പമ്പയിൽ നിന്ന്. സുജു, ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം സന്നിധാനത്തേക്ക് പുറപ്പെട്ടോ? മനു, നമ്മളിപ്പോൾ നിൽക്കുന്നത് പമ്പയിലാണ്. ഇവിടെ നിന്ന് ജസ്റ്റിസ് കെ ടി ശങ്കരൻ 7 മണിയോട് കൂടിയാണ് സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അവിടെ എത്തിയ ശേഷം സ്ട്രോങ് റൂം പരിശോധിക്കുക. അതായത് സ്ട്രോങ് റൂമിലുള്ള അമൂല്യ വസ്തുക്കളുടെ കണക്കുകൾ പരിശോധിക്കും. സ്വർണവും വെള്ളിയും വഴിപാടായി ലഭിച്ചിട്ടുള്ളത് അത് കൃത്യമാണ്. 2010 ശേഷം ലഭിച്ചതിൻ്റെ അതിൻ്റെ ആവശ്യമെങ്കിൽ തൂക്കം ഉൾപ്പെടെ അതേ സ്ട്രോങ് റൂം മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ആ അളവുകൾ അതേ അളവിൽ തന്നെ ആ തൂക്കത്തിൽ തന്നെ ഈ സ്വർണവും വെള്ളിയൊക്കെ സ്ട്രോങ് റൂമിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ പ്രധാനമായി പരിശോധിക്കുക. അത് 2 ദിവസം നീണ്ടു നിൽക്കും ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇന്നും നാളെയുമായിരിക്കും. ആവശ്യമെങ്കിൽ ഒരു ദിവസം കൂടി അദ്ദേഹം സമയമെടുക്കാനും സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ ഈ പരിശോധനയുടെ വേഗത അനുസരിച്ചായിരിക്കും. എന്തായാലും നിലവിലെ ആ തീരുമാനപ്രകാരം നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്നും നാളെയുമായിരിക്കും ഈ സ്ട്രോങ് റൂമിൻ്റെ പരിശോധന നിർണായകമാണ്. കാരണം ഈ സ്ട്രോങ് റൂമിലേക്ക് എത്തിയ ആ സ്വർണം പുറത്തേക്ക് പോയിട്ടുണ്ടോ, വെള്ളി പുറത്തേക്ക് പോയിട്ടുണ്ടോ, മനു സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം തെളിവുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വസ്തുതാപരമായി അതിൻ്റെ വ്യക്തത വരണമെങ്കിൽ ഈ പരിശോധന പൂർത്തിയായെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അതുപോലും കാത്തു നിൽക്കാതെ ചില ദുസൂചന നൽകുന്ന ചില കമൻറ്റുകൾ ചില ആളുകൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വസ്തുത പുറത്തു വരണമെങ്കിൽ ഈ പരിശോധന പൂർത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ശബരിമല സന്നിധാനത്ത് നടത്തുന്ന സ്ട്രോങ് റൂമിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ആറന്മുളയിലെ പ്രധാനപ്പെട്ട ഈ ശബരിമലയുടെ തന്നെ സ്ട്രോങ് റൂമായിരിക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ആ സ്ട്രോങ് റൂമിലെത്തി അവിടെയാണ് അടുത്ത ഘട്ടത്തിലെ പരിശോധന നടത്തുക. അത് ശബരിമലയിലെ പൂർത്തിയായ ശേഷം തിങ്കളാഴ്ച എത്തുമെന്നാണ് നമുക്ക് അനുമാനിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെയും വൈകാൻ തന്നെ സാധ്യതയുണ്ട്. ഏതായാലും സ്ട്രോങ് റൂം ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തുക. എന്നാലും ജസ്റ്റിസ് കെ ടി ശങ്കരനും വിജിലൻസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സ്മിത്ത് ഉൾപ്പെടെയുള്ള ആളുകളും കാണും. ഇന്ന് രാവിലെ തന്നെ പരിശോധന ആരംഭിക്കുമെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനു.